നമുക്കറിയാം, ഇപ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറയുന്നൊരു കുട്ടി പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇതുപോലെ റാഗ് ചെയ്യപ്പെട്ട് മരിച്ചു. അവിടെ നമ്മൾ കണ്ടൊരു ചിത്രം എന്താണ്, അവിടെ അധ്യാപകരും ഇപ്പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കൂട്ടുകെട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവിടെ ഒരുതരം അപ്രമാദിത്വവും ഒരു ഭീകരാന്തരീക്ഷം അവരുണ്ടാക്കുന്നു. അവിടെ ഈ കുട്ടികൾ കണ്ടുവന്നു. അവരെ കാണാൻ പോലും മറ്റു കുട്ടികൾ വന്നില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെ പോകുന്നുണ്ട് എന്ന് മാനേജ്മെന്റും അധ്യാപകരും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത, അത് പിന്നെ മന്ത്രി അടക്കം അത് പറഞ്ഞു. ഇനി അതിന്റെ വസ്തുതകൾ എത്രത്തോളം എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളെ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല, അതിന്റെ ഒരു ബിഹൈൻഡ് ദ കർട്ടൺ എന്ന് പറയുന്നത് പോലെ പല സംഗതികളും അതിന്റെ പിന്നിൽ വേറെയും ഉണ്ടാകാം. ഈ അടുത്താണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ നിതിൻ രാജ് എന്ന പേരിലുള്ള ഒരു വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് വീണ് ആത്മഹത്യ ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. വ്യത്യസ്തമായ പീഡനങ്ങൾക്ക് വിധേയമായി ആ വിദ്യാർത്ഥി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അധ്യാപകരിൽ നിന്ന് ജാതി അധിക്ഷേപമടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തെറിവാക്കുകൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ, അധ്യാപകരിൽ നിന്ന് ഇത്തരം അധിക്ഷേപങ്ങളൊക്കെ ആവർത്തിച്ച്, ഇത് ആദ്യമായി ഉണ്ടാകുന്നതല്ല. രാജ്യത്ത് നമ്മുടെ അടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം ആത്മഹത്യകളും ഇതുപോലെ സമാനമായ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില അധ്യാപകരൊക്കെ ധൈര്യപൂർവ്വം ഇങ്ങനെയുള്ള സമീപനങ്ങൾ അധ്യാപകരിൽ നിന്നുണ്ടാകുന്നത്? എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ ഒപ്പം കാണണം. കാരണം മനുഷ്യന് മറ്റൊരു മനുഷ്യനെ എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ രണ്ടു മനുഷ്യർ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളത് വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വെറുപ്പ് ഹീനമായ രൂപത്തിൽ നമുക്ക് എങ്ങനെയും പറയാമെന്നുള്ളിടത്തേക്ക് ലോകം പോയിട്ടുണ്ട്. ആ പറയാമെന്നുള്ളിടത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി, അത് പ്രത്യേകിച്ച് ചില മതവിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അവരേത് നിലയ്ക്കും ആക്രമിക്കാം എന്നുള്ള ഇടത്തേക്കും പോയിട്ടുണ്ട്. പലപ്പോഴും അതിനെയൊന്നും തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളോ അതല്ലെങ്കിൽ നമ്മുടെ ചാനലുകളോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും തന്നെ അതിൻ്റെ ഗൗരവത്തിലെടുത്തുകൊണ്ട് വിമർശിക്കാനും തിരുത്താനും ഇടപെടാനും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു രോഗമാണ്, മനുഷ്യരിലേക്ക് മെല്ലെ മെല്ലെ സംക്രമിക്കുന്ന രോഗം. ആ രോഗം ഒരു വ്യക്തിയിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ, പേപ്പട്ടിക്ക് ഒരു പട്ടിക്ക് മറ്റേ പേളായി കഴിഞ്ഞാൽ പിന്നെ ആരെ കടിക്കണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെയായിരിക്കും ഇവിടെ അധ്യാപകനെയാണിത് ബാധിച്ചു വെച്ചാൽ സ്വാഭാവികമായും കുട്ടികളായിരിക്കും ഇര എന്ന് പറയുന്നത്. മാതാപിതാക്കളെ ബാധിക്കുന്ന വെച്ചാൽ മാതാപിതാക്കളുടെ കുട്ടികളാക്കാരം ഇര എന്ന് പറയുന്നത്. ഒരു പോലീസ് ഓഫീസറെ വെച്ചാൽ അത് കള്ളന്മാരും പെടും, മറ്റു പോലീസുകാരും പെടും, നാട്ടുകാരൊക്കെ പെടും. അപ്പോൾ ഇത് അത്തരത്തിലുള്ള വലിയ സാംക്രമിക രോഗമായിട്ട് ഇന്ത്യ രാജ്യത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു. അതിനെ ന്യായീകരിക്കുന്ന വലിയ പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് പലപ്പോഴും ചർച്ചകളിലൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുന്ന ഒരു തരം മാനസികാവസ്ഥ നാട്ടിലുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ NIT കോഴിക്കോട് NITയിലാണ് ഒരു വനിത അധ്യാപിക മഹാത്മാഗാന്ധിയെ ആ രീതിയിൽ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്, വിമർശിക്കല നിന്ദിച്ചുകൊണ്ട്. എന്നിട്ട് അവർക്കെതിരെ ഒരു നടപടിയും വന്നില്ല. എന്നാൽ അതിന് ഒരു വലിയ ഇഷ്യൂ ആയി ഏറ്റെടുക്കാനും രാഷ്ട്രപിതാവിനോട് അനാദരവ് കാണിച്ച ഒരാളെ ഇനി അവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാർ പ്രക്ഷോഭത്തിനിറങ്ങിയോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന, ഇപ്പോൾ രോഹിത് വെമുലയുടെ വിഷയം ഉണ്ടാകുമ്പോൾ അതിനോടുള്ള സമീപനം, അത് സമാനമായ കാര്യം JNU ഉണ്ടായിട്ടുണ്ട്, മറ്റേ ആന്ധ്രയിൽ എന്ത് ചെയ്തു സംഭവിച്ചു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു നിലയ്ക്കും നമ്മുടെ രാജ്യത്തൊരു പ്രക്ഷോഭം രൂപപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ തിരുത്തൽ ശക്തിയായി മാറേണ്ടവർ അതിന് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കേസ് എടുത്താൽ നമുക്ക് അത്ഭുതം തോന്നും. ഇദ്ദേഹം ഇനി പറയാത്തൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കൂ, ജാതി പറഞ്ഞാൽ അതിന് നിയമമുണ്ട്, മതപരമായിട്ടൊരാളെ നിന്ദിച്ചാൽ നിയമമുണ്ട്, ട്രാൻസ്ജെൻഡർ മറ്റേ ആ രീതിയിൽ കളിയാക്കിയാൽ നിയമമുണ്ട്, ബോഡി ഷെയ്മിങ് നടത്തി കഴിഞ്ഞാൽ നിയമമുണ്ട്,
സാമ്പത്തികമായ നിലയ്ക്കുള്ള ഉച്ചനീചത്വങ്ങൾ കാണിച്ചാൽ നിയമമുണ്ട്. ഇയാൾ ഇതൊക്കെ ചെയ്തിരിക്കണം, ഇയാൾ ചെയ്യാൻ ഒന്നും ഇതില്ല, ബാക്കിയല്ല. ഇതിൻ്റെ പുറമേ ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിപ്പിക്കുക, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഉള്ളത്. എൻ്റെ മുഖത്ത് എങ്ങനെയാണ് ഒരു ഭർത്താവ് നോക്കുക, നിനക്ക് എങ്ങനെയാണ് ഒരു കാമുകനെ കിട്ടുക, ഇത്തരത്തിൽ നമ്മളിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതെല്ലാം അദ്ദേഹം പറയും. വെച്ചാൽ കൃത്യമായൊരു സൈക്കോ ആണ്, കൃത്യമായിട്ടും മനോരോഗമുള്ള ഒരാളാണ് എന്നതിൽ വ്യക്തമാണ്. പക്ഷെ ഞാനിവിടെ എനിക്കിതിലും അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് വലിയ നിരാശ തോന്നിയൊരു കാര്യം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ ഈ ജൻസിയെക്കുറിച്ചൊക്കെ പറയുന്നതാണ്, അവർ ആവശ്യം വന്നാൽ പ്രതികരിക്കുമെന്നൊക്കെയാണല്ലോ. പക്ഷേ ഇവിടെ ഇയാളുടെ കയ്യിൽ ചെറിയൊരു അധികാരമുള്ളത് എന്താണ്? ഇൻ്റേണൽ മാർക്ക് കൊടുക്കാനുള്ളത്. ഈ അധികാരം കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന ഇത്രയും കുട്ടികൾ ഇയാളുടെ കാൽ കീഴിൽ വന്ദിച്ചു നിന്നു, അല്ലെങ്കിൽ അയാൾ അടിമയെപ്പോലെ നിന്നു പറയുമ്പോൾ ഇവരുടെ നീതിബോധം എന്താ? ഇവിടുത്തെ യൂണിയനുകളല്ലേ, ഈ യൂണിയനുകൾ എവിടെ പോയി മരിച്ചു എന്നുള്ളതാണ് എനിക്ക് അവരെക്കുറിച്ച് ചെയ്യുന്നത്. പാരൻസിനെ കുറിച്ച് ഞാൻ അത്ര പറയുന്നതാണ്. കാരണം പല കുട്ടികളും ഈ പരാതികൾ സ്വന്തം പാരൻസിനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കത്തെഴുതിയിട്ടും ഫോൺ വിളിച്ചിട്ടും ഒക്കെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇവർ ഈ ആത്മഹത്യയോളം കാത്തു നിന്നു? അല്ലെങ്കിൽ അവനവൻ്റെ കുട്ടിക്കത് വരൂല എന്നുള്ള ധൈര്യത്തിലാണോ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഒരു ഷെയിംഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതിനാണ്. ഇനി അവിടുത്തെ അധ്യാപക സമൂഹം തങ്ങളുടെ സ്വന്തം ഡിഗ്നിറ്റിയെങ്കിലും സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള രാക്ഷസനെതിരെ അവർ മുന്നോട്ട് വരണ്ടേ? സ്ഥാപനം അവിടെ നിൽക്കട്ടെ, സ്ഥാപനത്തിൻ്റെ മറ്റ് താല്പര്യം എന്താണെന്നുള്ള, അല്ലെങ്കിൽ എത്രമാത്രം നിസ്സഹായാവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയില്ല, ഉണ്ടാകാൻ വഴിയൊന്നുമില്ല. എന്തായാലും ശരി, ഇതത്ര രഹസ്യമായൊരു കാര്യം ആയിരുന്നില്ല. കാരണം നീണ്ട കാലം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും രസം തരാം, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ലിങ്ക്ഡിനിലെ പ്രൊഫൈലൊന്ന് എടുത്തു. അപ്പോൾ അദ്ദേഹത്തിനകത്ത് ആദ്യത്തെ വാചകം എന്താ അറിയോ? ടീച്ചിങ് ഈസ് മൈ പാഷൻ എന്നാണ്. ഒരു കുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ് വെച്ചാൽ 55 മിനിറ്റും ഈ പറഞ്ഞ രീതിയിലുള്ള തെറികളും ബോഡി ഷെയ്മിങ്ങും ഒക്കെ പറയാം. 5 മിനിറ്റ് ക്ലാസ് കിട്ടിയായി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ എന്ന് പറയുന്നത്. അവിടെ കിടക്കട്ടെ. അപ്പോൾ ഒരു അധ്യാപകർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഗീത എന്ന് പറയുന്ന മറ്റൊരു ടീച്ചർക്കെതിരെ കൂടെ ആരോപണമുണ്ട്. ഞാൻ മനസ്സിൽ അവരും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ഞാൻ പറയുന്നത്. പല്ലെന്താ വെച്ചാൽ അവരൊന്നും ചെയ്തിട്ടില്ല അറിയുന്നുണ്ട്. പക്ഷേ അവർ കണ്ടു നിന്നു എന്നാണ് പറയുന്നത്. കണ്ടു നിൽക്കാൻ മാത്രം, കാരണം പെൺകുട്ടികളെ അടക്കം ഹരാസ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടു നിൽക്കാൻ മാത്രമുള്ള ഒരു മാനസികാവസ്ഥയാണ് മറ്റൊരു ടീച്ചർക്കുള്ളതെങ്കിൽ ആ ടീച്ചറും കുറ്റക്കാരി തന്നെയാണ്. അതുകൊണ്ട് അവരും കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇതിനകത്ത് പ്രതിപട്ടികയിൽ ചേർക്കപ്പെടുകയും ചെയ്യണം. പിന്നെ ഈ പലതും വെളിവാക്കുന്ന സമയത്തും എനിക്കൂടെ മറ്റുള്ളവരൊക്കെ നിസ്സംഗര നിന്നു എന്നുള്ളതിനാണ്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറയുന്നൊരു കുട്ടി പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇതുപോലെ റാഗ് ചെയ്യപ്പെട്ട് മരിച്ചു. അവിടെ നമ്മൾ കണ്ടൊരു ചിത്രം എന്താണ്? അവിടെ അധ്യാപകരും ഇപ്പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗവും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കൂട്ടുകെട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവിടെ ഒരുതരം അപ്രമാദിത്വവും ഒരു ഭീകരാന്തരീക്ഷവും അവരുണ്ടാക്കുന്നു. അവിടെ ഈ കുട്ടികൾ കണ്ടുവന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു അടിമത്വ മനോഭാവം, നീതിക്ക് വേണ്ടി പോരാടാൻ കഴിയാത്തൊരവസ്ഥ, ഇതും ഇതിനകത്തൊരു വലിയ ഘടകമാണ് എന്നൊരു സംശയമില്ല. കാരണം നമ്മളെല്ലാവരും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് യുവാക്കളിലും വിദ്യാർത്ഥികളിലുമാണ്. അവരിത്തരത്തിലുള്ള ഒരുതരം നിഷ്ക്രിയരായി മാറുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതും ഇതിലപ്പുറവും ഇനി ക്യാമ്പസുകൾ സംഭവിക്കും. ക്യാമ്പസുകൾ മാത്രമല്ല, അവർ പുറത്തു വന്ന് ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കാം. ഇവർ സംഘടിത ശക്തിയാണിപ്പോൾ. അതുപോലില്ലാത്ത ഒറ്റപ്പെടുന്നൊരവസ്ഥയിൽ ഇവരിൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പറയുന്നത്. എന്തായാലും പിന്നെ ഇത് നടന്ന് കണ്ണൂരിൽ കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് എല്ലാ വിപ്ലവ മറ്റേ ശക്തികളും നിലനിൽക്കുന്ന സ്ഥലം. എന്തായാലും ഇതിലൊരു അധ്യാപകൻ്റെ മതവും ജാതിയും രാഷ്ട്രീയമൊന്നും എന്താണ് പറയുന്നത് കേൾക്കുന്നില്ല. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊരു ചിത്രം തീർന്ന് കിട്ടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ കരുതുന്നത് ഇതൊരു അവസാനത്തേതല്ല, ഇനിയും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികൾ, കോളേജുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വളരെ ആത്മാർത്ഥതയോടെയുള്ളൊരു കമ്മീഷനെ നിശ്ചയിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജുകളുടെ അഫിലിയേഷൻ വരെ റദ്ദാക്കും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു നടപടിക്രമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആ ഒരു ഭീഷണി അല്ലെങ്കിൽ അങ്ങനൊരു വാള്
മുമ്പിൽ തൂങ്ങേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു ജീവൻ്റെ പ്രശ്നം ഒന്നുണ്ട്. രണ്ടൊരു കോളേജിനെ സംബന്ധിച്ചോളം അവിടെ എന്താണോ നടക്കേണ്ടത്, കുട്ടികൾ എങ്ങനെയാണോ വളരേണ്ടത്, എന്തൊരു മാനസികാവസ്ഥയിലാണ് അവർ രൂപപ്പെടേണ്ടത്, ഇതിനെയൊക്കെ നിഷേധിക്കുന്ന രീതിയിലുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻറ്റേർണൽ മാർക്ക് ഒരാവശ്യമാണോ എന്ന് വെച്ചാൽ ആവശ്യവുമാണ്. അത് പലപ്പോഴും ഡിസിപ്ലിനറി മെഷറിലൊക്കെ ഒരു ഭാഗമാകാറുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ഗുണപരമായി പരിവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളതും ഈ യൂണിവേഴ്സിറ്റികൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള സൈക്കോകളുടെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറും. അത് ഒരു സമൂഹത്തെ തന്നെ പൂർണ്ണമായി നിഷ്ക്രിയമാക്കുകയോ, പറയാൻ പാടില്ല വാക്കാണ് ഷണ്ഡീകരിക്കുക എന്നൊക്കെ പറയുന്നത്, അതും ചിലപ്പോൾ സംഭവിക്കും. അതുകൊണ്ട് ഇതിലൊരു രാഷ്ട്രീയ ഷണ്ഡീകരണത്തിൻ്റെ കൂടെ വിഷയമുണ്ട്. അത് ചെറുതല്ല എന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായും യഥാർത്ഥത്തിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള ശിക്ഷണ നടപടികളൊക്കെ അതിൻ്റെ ഒരു പരിധി വിടുന്ന ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇതിന് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിന് നമ്മൾ വളരെ ചുരുക്കി അല്ല കാണേണ്ടത്, വളരെ വിശാലമായ ക്യാൻവാസിൽ തന്നെ ഈ വിഷയത്തെ അപഗ്രഥിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ ഒന്നാമത്തെ വിഷയം നേരത്തെ അമിത് മാഷ് പറഞ്ഞതുപോലെ ഒരു നിസ്സംഗതന്റെ പ്രശ്നം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിന് പുറത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് 2016 രോഹിത് വെമുല ഹൈദരാബാദില് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ സമാനമായ വിഷയം ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ കേരളം കത്തിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത്. അതായത് ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കരമായ ചർച്ചയും ലേഖനം എഴുത്തും തത്വാധിഷ്ഠിത കാര്യങ്ങൾ പറയലും അതിനൊക്കെ എല്ലാവരും രംഗത്ത് വരും. പക്ഷെ അത് നമ്മുടെ മലയാള കരയിൽ ഉണ്ടാവുമ്പോൾ ആ അപ്പോ ഒരു വല്ലാത്ത നിസ്സംഗതയും മൗനവും ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സാഹചര്യവും പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ, ഇനിയിപ്പോ ഇതിപ്പോ ഒരു കോളേജിലാണ് ഉണ്ടായത്, അതിന് സ്വന്തം വീട്ടിലുണ്ടായാലും എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ സ്വന്തം എന്തായിരിക്കും അവസ്ഥ? ആരമുണ്ട്? പൂച്ചക്കാരും മണി കെട്ടും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നിർഭയമായി ഒരു സ്ഥലത്ത് കാര്യങ്ങൾ പറയാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യം സംജാതമാകുന്നു എന്നതാണ് നമ്മുടെ നാശത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഇന്ന് കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണല്ലോ. ഒരു കുടുംബത്തില് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷിതാവ് അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ ഇവരനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അവർക്ക് കൃത്യമായിട്ട് ആ കുടുംബത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ഇന്ന് കഴിയുന്നില്ല, കേരളത്തിൽ കഴിയുന്നില്ല. അത് പറയാൻ പിന്നെ ഓൺലൈനിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വിളിച്ച് പറയേണ്ടുന്ന ഒരു ഗതികേട് വരികയാണ്. പിന്നെ വലിയ അപകടങ്ങൾ ആ കുട്ടികൾ ചെയ്യുമ്പോഴാണ് രക്ഷിതാക്കള് വായ പൊളിക്കുന്നത്. ഈ കുട്ടിക്ക് എന്തായിരുന്നു പ്രശ്നം? ഇതുവരെ അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, ഇത്ര മാനസിക സംഘർഷം അവനുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താ, സംഭാഷണങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിർഭയമായി ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഒരു പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ പലപ്പോഴും വീടകങ്ങളിൽ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീടുകളുടെ അവസാനം പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ സ്ഥാപനങ്ങളിൽ മീറ്റിങ്ങുകൾ നടക്കും. ഇപ്പൊ കമ്പനികളാകട്ടെ, സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, അവിടെയൊക്കെ അവിടുത്തെ ജോലിക്കാർക്ക് കൂടാനും യോഗം കൂടാനും സ്റ്റാഫും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ മീറ്റിങ്ങിൽ എന്താ നടക്കുക? മീറ്റിങ്ങിൽ ഒരു കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ എത്ര ആൾക്ക് ധൈര്യം ഉണ്ടാവും? അത് ഞാൻ പറഞ്ഞാൽ എന്താവും, എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്നാൽ ഇതേ ആളുകൾ തന്നെ ആ മീറ്റിംഗ് തീർന്നാൽ പിന്നെ മീറ്റിംഗ് 1 മണിക്കൂറാണെങ്കിൽ ആ മീറ്റിംഗ് കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എവിടുന്ന് പോവുള്ളൂ. എന്ത് ചെയ്യും? അവിടെ പറയേണ്ടതൊക്കെ പേഴ്സണലി ഓരോരുത്തരും പറയും. എന്നിട്ടോ ഒരു രംഗത്ത് പറയാൻ ആരും ഉണ്ടാവില്ല. പേടിയാണ്. ഇതേ അവസ്ഥ തന്നെയല്ലേ നമ്മൾ സംഘടനകളിൽ കാണുന്നത്, രാഷ്ട്രീയ പാർട്ടികളിൽ കാണുന്നത്, അല്ലേ? അതായത് ഞാൻ എങ്ങനെ പറയും, എന്ത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നതാണ്. ഈ പ്രശ്നമാണ് കോളേജുകളിലുള്ളത്. അവിടെ നമ്മളിപ്പോ കാണുന്നത് എന്താ? കുട്ടികൾ ഈ ഒരു ജാതി വിവേചനം, അതേപോലെ തന്നെ ഈ ബോഡി ഷെയ്മിങ് അധ്യാപകരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ ഇപ്പൊ പറയുന്നത്. അത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി, എത്ര കാലമായി? ഇയാൾക്ക് തന്നെ ഒരുപാട് കേസ് വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് അവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? അവിടെ കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എഴുതിയിടാനുള്ള, രഹസ്യമായി പറയാനുള്ള സംവിധാനങ്ങളുണ്ട്, കൗൺസിൽ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ PTA സംവിധാനങ്ങളുണ്ട്. എത്ര രക്ഷാകർത്ത മീറ്റിങ്ങുകൾ അവിടെ നടന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് അവിടെയൊന്നും ആരും ഇത് ഉന്നയിക്കുന്നില്ല? അതാണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം.
അത് പറഞ്ഞാൽ എന്താവും? ഞാൻ ഏതായാലും 2 വർഷം 4 വർഷമല്ലേ ഞാൻ അവിടെ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ കുട്ടി പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ പ്രശ്നത്തിലൊക്കെ ഇടപെട്ട് ഞാൻ അധ്യാപകന് ഇതിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാനൊരു പ്രശ്നക്കാരനാകണ്ട. ഇങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. ഇനി ഇത് നേരെ തിരിച്ചുണ്ട്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും നിയമങ്ങളും കുട്ടികൾക്ക് അനുകൂലമായിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സ്ഥാപനങ്ങളിലുണ്ട്. അത് കുട്ടികളും ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും അധ്യാപകർക്ക് നേരെയുണ്ട്. അപ്പൊ അധ്യാപകർ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ അധ്യാപകനെ ചേർത്ത് പിടിക്കേണ്ട മറ്റു അധ്യാപകരെ ചേർത്ത് പിടിക്കാത്ത സാഹചര്യമുണ്ട്. PTA കൈമലർത്തുന്ന അവസ്ഥ ഉണ്ട്. ഏതെങ്കിലും 1-2 ആള് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ പേടിച്ച് വേറുള്ളവരൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ അടപടലമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വലിയ വിദ്യാഭ്യാസവും വലിയ ജനാധിപത്യവും സംവിധാനവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നത്തെ കൃത്യമായി നോട്ട് ചെയ്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയാനുള്ള ആർജവം ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ അത് ഇതൊക്കെ പറയേണ്ട സ്ഥലങ്ങളിൽ, അതിപ്പോ ഈ കുട്ടി മരണപ്പെട്ട ശേഷം അവനെ കാണാൻ പോലും മറ്റു കുട്ടികൾ വന്നില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെ പോകുന്നുണ്ട് എന്ന് മാനേജ്മെന്റും അധ്യാപകരും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത അത് പിന്നെ മന്ത്രി അടക്കം അത് പറഞ്ഞു. ഇനി അതിന്റെ വസ്തുതകൾ എത്രത്തോളം എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളെ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല, അതിന്റെ ഒരു ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയുന്നത് പോലെ പല സംഗതികളും അതിന്റെ പിന്നിൽ വേറെയും ഉണ്ടാകാം. അതെല്ലാം നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഇതിന്റെ കിട്ടിയ വിവരം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും കിട്ടിയ വിവരം വെച്ച് ഈ അധ്യാപകർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് യഥാസമയം പറയാനുള്ള ചങ്കൂറ്റവും നിർഭയമായ ഒരു സാഹചര്യവും വീടകങ്ങളിൽ വേണം, സ്ഥാപനങ്ങളിൽ വേണം, സംവിധാനങ്ങളിൽ വേണം, രാഷ്ട്രീയ പാർട്ടികളിൽ വേണം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഇലക്ഷൻ സംവിധാനങ്ങളിൽ വേണം, എല്ലായിടത്തും വേണം. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടം തുടങ്ങേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു സമാധാനം ഉള്ളത് എന്താ വെച്ചാൽ ഞാൻ മീഡിയകളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു വിഷയം വന്നപ്പോ ഇതിന്റെ പേരിൽ ആ അധ്യാപകന്റെ ഒരു പേര് നോക്കി, ആ പേരിന്റെ പിന്നിലുള്ള മതം നോക്കി അതിലേക്ക് അത് ചേർത്തി കെട്ടിയില്ല എന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു നായയെ വലിച്ചു കൊണ്ടുപോയ ഒരാളെ വിഷയം, ആ നായയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അവിടെ ചർച്ചയ്ക്ക് വന്നത്, അയാളുടെ മതമാണ് ചർച്ച ചെയ്തത്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്റ്റീവായിട്ട് ആളുകളുടെ മതം ചർച്ച ചെയ്യുന്ന സ്വഭാവം നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ സന്തോഷമാണ്. അത് എല്ലാവരോടും ഈ ഒരു സമീപനം സ്വീകരിക്കണം മീഡിയകൾ എന്നുകൂടി അഭ്യർത്ഥിക്കാം.